നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരും ദിവസങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ തോതനുസരിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര ക്രമീകരിക്കൽ. കാരണം വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. വിവാദം മുറുകുകയാണെങ്കിൽ അടുത്ത നിമിഷം ഫ്ലൈറ്റ് പിടിച്ച് വിദേശത്തേക്ക് മുങ്ങും, ഒന്ന് കെട്ടടങ്ങുമ്പോൾ തിരികെ വരും. ഏകദേശം ഡിസംബർ വരെ പോയും വന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് മുങ്ങാൻ മുൻപ് തന്നെ പഴുതുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന്. ശബരിമല മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് മുകളിൽ വാളായി മാറിയിരിക്കുകയാണ്. 2018 മുതൽ ഇങ്ങോട്ട് പിണറായിക്ക് ശബരിമല കൊണ്ട് വലിയ തലവേദനയാണ്. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിലും ശബരിമല തന്നെ പ്രധാന വിഷയമായി മാറുകയാണ്. ഞാൻ എന്തിനാണ് ഇതിനൊക്കെ മറുപടി പറയുന്നതെന്നും അയ്യപ്പൻ തന്നെ വേണമെങ്കിൽ വിശ്വാസം സംരക്ഷിക്കൂ എന്നും സ്വന്തം സമ്പത്തെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അയ്യപ്പൻ ഇല്ലേ എന്നാണ് പിണറായി ഇപ്പോൾ ചോദിക്കുന്നത്. അതോ ഇനി അതിന് ഞാൻ തന്നെ വേണോ ഉത്തരവാദിത്തം പറയാൻ എന്നൊക്കെ മുഖ്യമന്ത്രി ഇപ്പോൾ അയ്യപ്പനോട് തന്നെ ചോദിക്കുകയാണ്. അയ്യപ്പൻ എല്ലാം അറിയാവുന്ന ആളല്ലേ, അപ്പോൾ ഇതിന് പിന്നിലെ നെല്ലും പതിരും ഒന്ന് തിരിച്ചു തരൂ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തൊഴുതുകൊണ്ട് അയ്യപ്പനോട് പറയുന്നത്. എനിക്ക് വയ്യ ഈ മുൾക്കിരീടമെടുത്ത് തലയിൽ വെക്കാനെന്ന്. സമനില തെറ്റിയ മുഖ്യമന്ത്രി ഇപ്പോൾ അയ്യപ്പനോട് തന്നെ പറയുന്നത് അത്തരം വിരട്ടൊന്നും എന്നോട് വേണ്ട എന്നാണ്. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ആളാണ് ഞാൻ. അയ്യപ്പന് തന്നെ വേണമെങ്കിൽ പോയ സ്വർണം കണ്ടുപിടിക്കാം, വിശ്വാസികളുടെ മുൻപിൽ അത് തെളിയിക്കാം, വിശ്വാസം സംരക്ഷിക്കാം. എനിക്ക് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി വിശ്വാസം സംരക്ഷിക്കും എന്ന് പറയാൻ മാത്രമേ, അതായത് വാഗ്ദാനം കൊടുക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് എന്തായാലും പിണറായിയുടെ ഒരു ലൈൻ. ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി നെഞ്ചു വിരിച്ചു നിന്ന് അയ്യപ്പനോട് പറയുന്നത് ഇനി എപ്പോഴാണ്? അണ്ടകടാഹമല്ലേ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത്, ഇനി എന്ത് ഭയക്കണം? ഈ സൂചിമുനയിൽ നിൽക്കുമ്പോഴും ഇത്രയേറെ ദിവസങ്ങൾ വിദേശത്ത് ഉല്ലാസയാത്ര പോകാനെടുത്ത തീരുമാനം പ്രധാനമന്ത്രിയെ ഊശിയടിക്കുന്നത് ആയിപ്പോയില്ലേ? സബാഷ് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തൻ. അതല്ലേ ഈ കൈവിട്ട വിദേശ യാത്രയ്ക്ക് ഇപ്പോൾ ഇറങ്ങി ഓടിയത്? ഒരു തുട്ടും കൈവിട്ട് ഒഴുകി പോകരുതേ അയ്യപ്പ. മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ ട്രോളിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണിത്. ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റാണ്. അതിൽ ശക്തിധരൻ ചോദിക്കുന്നത്, കേരളം ഇളകി മറിയുന്ന പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെ അങ്ങ് വിദേശത്തേക്ക് കറങ്ങി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ ധൈര്യം ഒന്ന് സമ്മതിക്കണം എന്നാണ്. ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കാം. കാരണം സകലതും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ മുങ്ങിയതാകാനും സാധ്യതയുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. ഒന്നിനും മറുപടി പറയേണ്ടതില്ലല്ലോ. സാധാരണ എന്ത് തരം വിവാദം വന്നാലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിനൊന്നും മറുപടി പറയില്ല. പകരം CPM-ലെ നേതാക്കളാണ് വന്നു നിന്ന് മറുപടി പറയുന്നത്. അല്ല, ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ AKG സെന്ററിലുള്ള MV ഗോവിന്ദനാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിലെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് നിർഭയനായ C കേശവൻ പണ്ട് ഉദ്ബോധിപ്പിച്ചത് അമ്പലക്കൊള്ളയുടെ ചുരുളഴിയുമ്പോൾ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടികൊള്ളുന്നതിൽ ഇളവ് കിട്ടിക്കോണേ എന്ന് ആഗ്രഹിച്ചിട്ടാവില്ല. സ്വർണമോ ചെമ്പോ മോഷ്ടിച്ച് സ്വർണക്കൊള്ള നടത്തി അന്ധവിശ്വാസം അവസാനിപ്പിക്കാമെന്നൊരിക്കലും C കേശവൻ ചിന്തിച്ചിട്ടുപോലും ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയെ നമിക്കുന്നു. ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന സ്വർണക്കൊള്ളയുടെ അന്വേഷണ പരിസമാപ്തിയും ഈ സർക്കാരിന്റെ അന്ത്യവും ഒന്നിച്ചാകാനാണ് സാധ്യത. എന്തെല്ലാം കൊടും പാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് കഴിഞ്ഞ 10 വർഷം സ്വതന്ത്ര കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നരബലിയും അവസാനം കണ്ടു. ഇപ്പോഴും നരബലിയിൽ വിശ്വസിക്കുന്ന പാർട്ടി കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് കേട്ടപ്പോൾ അന്തം വിട്ടു. പാർട്ടിക്ക് അവിടെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വന്നു. അതിലും നീചമായ എന്തൊക്കെയാണ് മുൻ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി അടുത്തൂൺ പറ്റി 7 വർഷം കഴിഞ്ഞിട്ടും സെക്രട്ടേറിയറ്റിലെ മരക്കസേര വിടാതെ പിടിച്ചുവെച്ച് മുഖ്യമന്ത്രിയെ ഉമ്മ വെച്ച് കളിക്കുന്നത്. കേരളം മുൾമുനയിൽ നിൽക്കുമ്പോൾ അതിലൊന്നും ഒരാശങ്കയുമില്ലാതെ വിദേശത്ത് ഉല്ലാസയാത്രയ്ക്ക് ദുരിതുരാ പോകാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് നമിക്കാം. വേണമെങ്കിൽ ഏതാനും മാസങ്ങൾ കൂടി വിദേശത്ത് തങ്ങിയിട്ട് പോന്നാൽ പോരെ എന്ന് രഹസ്യമായി ഉപദേശിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുള്ള സംസ്ഥാനമാണിത്. ഈ പ്രതിപക്ഷത്തെ എന്ത് പേരിട്ട് വിളിക്കണം? ജനങ്ങൾ അന്ധരും ബധിരരും ആണോ? അതോ എല്ലാ കക്ഷികളും ചേർന്നുള്ള കൂട്ടുകച്ചവടമാണോ ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ ഒരു ദശാബ്ദം രാഷ്ട്രീയത്തിന്റെ മറവിൽ ശതകോടികളുടെ സ്വർണ്ണ കവർച്ചയാണ് നടന്നത്. സിവിൽ സർവീസിലെ ഉന്നതരെ തന്നെ അതിന് നിർലജ്ജം ഇറക്കി. ചിലർ ദീർഘകാലം ജയിലിലുമായി. എന്നിട്ടും തെല്ലും ഈർഷ്യയില്ല. കൊടിസുനിക്ക് കൊടുക്കുന്നതിലും എത്ര ഇരട്ടിയാണ് സിവിൽ സർവീസുകാർക്ക് കൊടുക്കുന്നത്.
അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു വനിതയ്ക്ക് താക്കോൽ സ്ഥാനം കൂടി നൽകിയപ്പോൾ കേരളം അത്ഭുതപ്പെട്ടു. എത്ര അയ്യപ്പനെ വേണമെങ്കിലും ശീർഷാസനത്തിൽ നിർത്താമെന്ന് മുഖ്യമന്ത്രി തെളിയിച്ചു. ഏതോ ഒരു വഴിപോക്കനാണ് ഇപ്പോൾ അയ്യപ്പന്റെ പീഠത്തിൽ ബ്രഹ്മാവ്. പേര് മുഖ്യമന്ത്രിയുടെ ദല്ലാൾ വേണുഗോപാൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണ കച്ചവടമാണെന്ന് പ്രധാനമന്ത്രി പോലും പണ്ട് പരസ്യമായി പരിഹസിച്ചിട്ടും മലയാളിക്ക് അതിൽ ഒരു ലജ്ജയും ഉണ്ടായില്ല. കേരളത്തിന് അതിൽ ജാള്യമില്ല. അതാണ് കേരളത്തിന്റെ മാസ്മരികത. ഏതെങ്കിലും മലയാളി അന്നത്തെ സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ മലയാളികളെ കുറിച്ച് പരമപുച്ഛമാണ് തോന്നേണ്ടത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു ഇരയെ കിട്ടി. അത് വെച്ച് അർമാദിക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ഭീകര കൊള്ളകൾക്ക് ജനങ്ങൾ ഏൽപ്പിച്ച അധികാരം ദുരുപയോഗം ചെയ്യാം എന്നതിന് മികച്ച പാഠപുസ്തകമാണ് 10 വർഷത്തെ കേരള ഭരണം. ഇനിയുള്ളത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിധി കുംഭങ്ങളുടെ വെള്ളപ്പാളികൾ പൊളിക്കലാണ്. കൊള്ള മുതൽ AKG സെന്ററിൽ എത്തുന്ന ജാലവിദ്യ. പാർട്ടി ലെവി എന്നതാണ് അതിന്റെ ചെല്ലപ്പേര്. അയ്യപ്പൻ അറിയാം അതിന്റെ ഗുഡൻസ്. ഗൾഫിൽ നിന്ന് ടൺ കണക്കിന് ഈന്തപ്പഴം ക്ലിഫ് ഹൗസിൽ എത്തിക്കൊണ്ടിരുന്ന പോലെയാണ് അയ്യപ്പന്റെ സന്നിധാനത്തിൽ നിന്ന് ലെവി എത്തുന്നത്. അതൊരു നേർച്ചയാണ്. AKG സെന്റർ 2 ഉയർന്നത് അങ്ങനെയാണ്. ശബരിമലയിൽ നിന്ന് AKG സെന്ററിലെത്തി വിശ്രമിക്കുന്ന ഒട്ടേറെ സംസ്ഥാന സർക്കാർ വാഹനങ്ങളുടെ ദൗത്യം എന്താണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഓരോ വർഷവും എത്തുന്ന കോടികൾ എത്രയാണെന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ അറിയാമോ? പാർട്ടി ലെവിയുടെ അണ്ടകടാഹം എങ്ങനെയാണ് ഒഴുകുന്നത്? അമ്പല ഭാരവാഹികളെല്ലാം ഇതെല്ലാം അപഹരിക്കുകയാണെന്ന് സംശയിക്കരുത്. ചില്ലിക്കാശ് കളങ്കിതപ്പെടാത്ത എത്രയോ പേരുണ്ട് അക്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് അതിപ്പോഴും അക്ഷയനിധിയായി തുടരുന്നത്. അതായത് കൊള്ളയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിരിക്കുന്ന തല അങ്ങ് ക്ലിഫ് ഹൗസിലേതാണ് എന്നൊക്കെ തന്നെയാണ് ശക്തിധരനും പറഞ്ഞു വെക്കുന്നത്. ഇതിനൊന്നും ഉത്തരം പറയാനില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി നാട് വിട്ടതെന്നും ശക്തിധരൻ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.